ഹലോ ഗൈസ്, ഇന്നെൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ഹോം ടൂർ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ രാവിലെ തൊട്ടേ മഴയാണ് കേട്ടോ. മഴയും ഉണ്ട്, അതേപോലെ വെയിലും ഉണ്ട്. അന്തരീക്ഷം അതേപോലെ നിൽക്കുകയാണ്. ഇടയ്ക്ക് മഴയാണെങ്കിൽ പിന്നീട് വെയിലായിരിക്കും. അപ്പോൾ നീണ്ടകര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മഴയത്ത് ഞങ്ങൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈക്കിലാണ് കേട്ടോ പോയത്. അപ്പം നനഞ്ഞ് കുളിച്ച് താണ്ട ഇവിടെ എത്തിയപ്പോഴും മഴയാണ്. അങ്ങനെ പിന്നീട് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നീട് വീട്ടിലേക്ക് കുറച്ച് ബേക്കറി സാധനങ്ങൾ മേടിക്കുകയാണ് കേട്ടോ. വീട്ടിൽ അനിയനുണ്ട്, അപ്പോൾ അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇതാ എൻ്റെ വീട്ടിലേക്ക് പോണ റോഡാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് കാണിച്ചു തരാവേ. അങ്ങനെ ഇതാ വീടെത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് കേട്ടോ ഗേറ്റൊക്കെ തുറന്ന് ചെല്ലാണേ. അപ്പം നോക്കിയപ്പോൾ ഇതാ പണ്ടത്തെ പുല്ലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ പുല്ലാണെങ്കിലും ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊന്നും കാണാനില്ല കേട്ടോ. ചെടികളൊക്കെ പോയി. അങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. പിന്നെ ഒരു മുട്ട പപ്സ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ബേക്കറിയിൽ നിന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നീടാണെങ്കിൽ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്കാനായിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് എന്തായാലും മീൻ കറിയാണ് കേട്ടോ. കിളിമീൻ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കിളിമീൻ കറിയാണ്. പിന്നീടാണെങ്കിൽ ചോറുണ്ടായിരുന്നു, കിളിമീൻ്റെ കറി ഉണ്ടായിരുന്നു, പിന്നീട് ഒരു വിഴുക്ക്, അത്രേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നീട് അച്ചാറൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ദാണ്ടേ ഇത് വിഴുക്കും ഉണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഇത് ഇന്നലത്തെ മീൻകറീൻ്റെ ബാലൻസാണേ. അങ്ങനെ പിന്നീട് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കണ്ടേ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ, എല്ലാം തുറന്ന് പരിശോധിക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഇതാ ഡയറി മിൽക്ക് ഇരിക്കുന്നു. എൻ്റെ അനിയൻ കഴിച്ചിട്ട് ബാക്കി വയ്ക്കണതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് നോക്കി അടച്ച് തന്നെ വെച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതാണ് കേട്ടോ അടുക്കളയിൽ നിന്ന് ഇറങ്ങണത് ഇതാണ്ട് ഇവിടെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അപ്പുറത്തെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ഇറങ്ങണത്. പിന്നീടാണെങ്കിൽ അമ്മേൻ്റെ കുറേ കമ്മൽ കാര്യങ്ങൾ ഞാൻ എപ്പോഴും വരുമ്പോൾ നോക്കണതാണ് കേട്ടോ. അമ്മ പുതിയ കമ്മൽ മേടിച്ചോ, പൊട്ട് മേടിച്ചോ, ക്യൂട്ടേഴ്സ് മേടിച്ചോ എന്നൊക്കെ നോക്കാറുണ്ട്. പുതിയ സാധനങ്ങൾ എന്തിനു മേടിച്ചാലും അത് ഞാൻ കൊണ്ടുപോകും കേട്ടോ. വീട്ടിൽ അടിച്ചു മാറ്റി കൊണ്ടുപോകും. നിങ്ങളൊക്കെ അങ്ങനെയാണോ? ഞാനങ്ങനെയാണ് കേട്ടോ. പിന്നീട് അവിടെ ഒരു ദിവസം ഞാൻ അവിടെ ആയിരുന്നു കേട്ടോ, വീട്ടിലായിരുന്നു. അതിനുശേഷം പിറ്റേന്ന് തിരിച്ച് വീട്ടിൽ പോവാണേ. അങ്ങനെ വീട്ടിൽ പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ ഇട്ടേക്കുന്ന ടോപ്പും എൻ്റെ അമ്മേൻ്റെതാണ് കേട്ടോ. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് അമ്മേൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ, സാരി, അതേപോലെ എല്ലാ സംഭവങ്ങളും എനിക്ക് തരാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവരും. അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല, എല്ലാ അമ്മമാരും തരുമല്ലോ മക്കൾക്ക്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. ഒരു ദിവസം ഞാനിവിടെ നിന്നിട്ടുണ്ടായിരുന്നേ വീട്ടിൽ. പിന്നീട് എനിക്ക് പനിയും കൂടിയാണ്. പിന്നെ പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ദിവസമേ വീട്ടിൽ നിന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് പോവാം. അങ്ങനെ ഇതൊക്കെ എൻ്റെ അമ്മേൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ അമ്മ കുറച്ച് ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മടക്കി ബാഗിൽ കയറ്റി ഇനി വീട്ടിൽ പോവാണ് കേട്ടോ. ഇനി ഒന്ന് ഒരുങ്ങുക, അതേപോലെ വീട്ടിൽ പോവാം. ഇനി കുറച്ച് ലിബാമൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ ചെയ്തത്. കുറച്ചേ ഉള്ളൂ, വീട് ഫുള്ളായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ എന്താ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കണേ.